2024 ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ അട്ടിമറി നടന്നെന്ന ആരോപണവുമായി സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ പരകാല പ്രഭാകർ. വോട്ടെടുപ്പ് ദിവസം അർദ്ധരാത്രിക്ക് ശേഷം 17 ലക്ഷം വോട്ടുകൾ രേഖപ്പെടുത്തിയത് ദുരൂഹമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പോളിംഗ് ശതമാനത്തിലെ അസാധാരണ വർധനവിലും അദ്ദേഹം സംശയമുന്നയിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം മെയ് 13 വൈകിട്ട് 5 68.04% പോളിംഗ്. 4 ദിവസത്തിനു ശേഷം അന്തിമ കണക്കുകൾ പുറത്തുവന്നപ്പോൾ 81.7% എങ്ങനെയെന്ന് പരകാല പ്രഭാകർ ചോദിച്ചു. വോട്ടെടുപ്പ് ദിവസം രാത്രി 8 പുലർച്ചെ 2 ഇടയിൽ 52 ലക്ഷം വോട്ടുകൾ രേഖപ്പെടുത്തിയെന്നും ഇതിൽ 17 ലക്ഷം അർദ്ധരാത്രിക്ക് ശേഷമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പല ബൂത്തുകളിലും 6 സെക്കൻഡിൽ 1 വോട്ട് എന്ന നിരക്കിലാണ് പോളിംഗ് നടന്നത്. ഒരു EVM മെഷീൻ പുനഃസജ്ജീകരിക്കാൻ 14 സെക്കൻഡ് ആവശ്യമെന്നിരിക്കെ ഇത്രയും വേഗത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് എങ്ങനെയെന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. 3500 ബൂത്തുകളിൽ പുലർച്ചെ വരെ പോളിംഗ് നീണ്ടത് ദുരൂഹമാണെന്നും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും ദില്ലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള NDA സഖ്യം 164 സീറ്റുകൾ നേടി അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർ ടേൺഔട്ട് ഡാറ്റയിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഓരോ ബൂത്തിലെയും കൃത്യമായ കണക്കുകൾ അടങ്ങിയ ഫോം 17 പരസ്യമാക്കാത്തതിനെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണും വിമർശിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.